അപ്പൊ ദാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നും നമുക്ക് പാട്ടുകൾ കേൾക്കാം. അതിനു മുന്നേ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. ഷാനിക്ക, ശരത് സർ, ഇങ്ങനെയൊക്കെ അതാ ചേച്ചി. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കട്ടെ. ഫസ്റ്റ് ട്രിബ്യൂട്ട് ടു മാസ്റ്റേഴ്സ് റൗണ്ടിൽ പാടാൻ വരുന്നു ഗൗരി. സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ, ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ, മധുവിധു മാധുരി നുകരും ഹൃദയമേ തുടിക്കൂ തുടിക്കൂ നീ, ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. അലങ്കരിച്ചണീച്ചൊരനുരാഗമേ വേഗം ചിലങ്കകളണിയൂ നീ, തങ്ക ചിലങ്കകളണിയൂ നീ, അലങ്കരിച്ചണീച്ചൊരനുരാഗമേ വേഗം ചിലങ്കകളണിയൂ നീ, തങ്ക ചിലങ്കകളണിയൂ നീ, പാടാൻ വെമ്പുമെൻ ഹൃദയ വിഭജികയിൽ ശ്രുതിയൊന്നു ചേർക്കൂ നീ, ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. നിൽക്കാതെ പറക്കുന്ന നിമിഷശലഭമേ നിൽക്കൂ നിൽക്കൂ നീ, ഇങ്ങു നിൽക്കൂ നിൽക്കൂ നീ, നിൽക്കാതെ പറക്കുന്ന നിമിഷശലഭമേ നിൽക്കൂ നിൽക്കൂ നീ, ഇങ്ങു നിൽക്കൂ നിൽക്കൂ നീ, ഒഴുകി ഒഴുകി പോവും സമയയമുനയിതിൽ അണയുന്നു കെട്ടു നീ, ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ, മധുവിധു മാധുരി നുകരും ഹൃദയമേ തുടിക്കൂ തുടിക്കൂ നീ, ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. ഗൗരി, ഹായ് ചേച്ചി. സാരിയൊക്കെ കൊടുത്ത് വലിയ കുട്ടിയായല്ലോ. ലുക്കൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ലുക്കൊന്നും മാറ്റി. സാരി കൊടുക്കാൻ ടഫാണോ? ആ, നല്ല ഭയങ്കര കഷ്ടപ്പാടും ദുരിതമായിരുന്നു. സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കഷ്ടപ്പാടും ദുരിതമായിരുന്നു സാരി ഉടുത്തിട്ട്. ചേച്ചി ഉടുക്കാനോ ഉടുത്ത് നടക്കാൻ, ഉടുക്കാൻ കഷ്ടപ്പാടില്ല, ഉടുത്ത് നടക്കാൻ. അതെ, ശീലിക്കൂ, ശീലിക്കണം. ഓക്കെ, ചോദിക്കാം. ചേച്ചി. ഗൗരി മാം, വളരെ റെയർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ ഇത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് വേദികളിൽ പാടി കേൾക്കാത്ത ഒരു പാട്ട് കൂടിയാണ്. അത് നല്ലൊരു സെലക്ഷൻ, നന്നായിട്ട് പാടും ചെയ്തു. താങ്ക് യു മാം. ഇത് ഡീറ്റെയിൽസ് പറയും. ഇത് മനോരഥം എന്ന മൂവിയിലെ സോങ് ആണ്. ലിറിക്സ് പി ഭാസ്കരൻ മാഷ്, മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമി,
പാടിയത് വാണിയമ്മ. ആ ബ്യൂട്ടിഫുൾ. വാണിയമ്മയുടെ ചില പ്രൊനൗൺസിയേഷൻസ് ഉണ്ട് പാട്ടിലുള്ള. അതെനിക്ക് ഇടയ്ക്കൊക്കെ മോളുടെ ഒരു ഇതിൽ ഫീൽ ചെയ്യായിരുന്നു. ചില വാക്കുകൾ പറയുന്നതൊക്കെ അതെനിക്കത് ഫീൽ ചെയ്യായിരുന്നു മോള് പാടിയ പാട്ടിനകത്ത്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. നന്നായിട്ട് നല്ല രസമായിട്ട് പാടി. ആ മോള് ആ പാടിയതിനകത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാൻ തോന്നി. ഹൃദയമേ പല്ലവിയിൽ ചിരകാല കാമിത സുന്ദര ഫിനിഷിങ് വരുന്ന തുണ്ട് പല്ലവിയിൽ വരുന്ന സുന്ദര, പിന്നെ നീ, ഇങ്ങനെ കുറേ ചില പോർഷൻസൊക്കെ പാടുന്നുണ്ട് ഭംഗിയായിട്ട്. പക്ഷെ ചിലപ്പോൾ അതിൻ്റെ റിപ്പീറ്റ് വരുന്ന സമയത്ത് ഒരു ഉഴപ്പല് പോലെ എനിക്ക് ആ ഏതോ ഒരു സംഗതി അനുപല്ലവിയിൽ അത് സ്ലിപ്പായി പോയതാണോ? സ്ലിപ്പായി പോയി. ഒന്നത് ക്ലിയർ ആക്കി പാടാം പാടാം പാടാം. കുറച്ചുകൂടാവാം. അത് സ്ലോ ആയിട്ട് പാടും. അല്ല വിഭഞ്ചി കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കി. അത് ആ ഒരു ക്ലാരിറ്റി മറ്റേ മ്യൂസിക്കിന്റെ കൂടെ എല്ലാം ഋതമൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് സ്ലിപ്പായി പോയി. അപ്പൊ അവിടെ മാത്രമാണ് ഒരു പെട്ടെന്ന് ഗൗരിയുടെ മുഖത്ത് ചാണകത്തിൽ ചവിട്ടിയൊരു ഫീലിംഗ്. അയ്യോ കയ്യിന്ന് പോയേന്ന്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി അതിനെ ഒന്ന് ഡെക്കറേഷൻസ് ഒന്ന് റെഡിയാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക നിറവ് വന്നേനെ. ഇപ്പോഴും ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ ഈ പറഞ്ഞ മോൾക്ക് തന്നെ അറിയാം അതിൽ കുറച്ച് സ്ലിപ്സ് വന്നു അവിടെ ഇവിടെയൊക്കെ. എന്നാൽ അത് നമുക്ക് മാനേജ് ചെയ്തെടുക്കാമായിരുന്നു. ഓക്കെ, അതല്ലാതെ നൈസ് സോങ് സെലക്ഷൻ, നല്ല റെയർ ആയിട്ടുള്ളൊരു സെലക്ഷനാണ്. മാഷിൻ്റെ എത്രയോ നല്ല നല്ല പാട്ടുകൾ, ഇതും സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. ഞാനിത് വളരെ റെയർ ആയിട്ടാണ് കോമ്പറ്റീഷൻസിനൊക്കെ കുട്ടികൾ പാടി കേട്ടിട്ടുള്ളത്. അപ്പം ഈ അടുത്തൊന്നും ഇത് കേട്ടിട്ടേ ഇല്ല. മോള് ഗുഡ് സെലക്ഷൻ, നന്നായി പാടുകയും ചെയ്തു, സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ശരത് സർ. ഗൗരി സാർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് ഗൗരിയുടെ അടുത്ത് പറയേണ്ടത് ശ്രുതി ഒന്ന് നോക്കിക്കോളാം ഗൗരി. ഈ ലാൻഡിങ് ഒക്കെ ഒന്ന് പെർഫെക്റ്റ് ആവണം കേട്ടോ. അതാണിപ്പോൾ ഈ സംഗതികൾ പാടുമ്പോഴും ആ സംഗതി പാടി വന്ന് നിൽക്കുന്ന നോട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ അത് സൗണ്ട് ആവും ഉറപ്പായിട്ട്. അതിന് മുമ്പിലുള്ളത് കുറച്ച് അങ്ങോട്ട് ജയരായിക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ലാൻഡിങ് പെർഫെക്റ്റ് ആകുമ്പോൾ അതങ്ങ് ഒരു വൈബിലേക്ക് പോകും. സുന്ദര സ്വപ്നമേ ലാസ്റ്റ് പാടി നിർത്തുന്നൊന്ന് പാടാമോ ഈ ഫസ്റ്റ് പല്ലവിയുടെ? ചിരകാല കാമിത സുന്ദര സ്വപ്നമേ. ഗുഡ് കൊള്ളാം. ചിലങ്കകൾ അണിയൂ നീ, രണ്ടാമത്തെ ചിലങ്കകൾ. ചിലങ്കകളണിയൂ, അതൊക്കെ ഒന്ന് ചേരട്ടെ. ചിലങ്കകളണിയൂ നീ തങ്ക. എപ്പോഴും ഫ്ലാറ്റാടാ. തങ്ക ചിലങ്കകളണിയൂ നീ. ഇപ്പോഴും ഒരു പണമട താഴെയാണ്. പിന്നെ എനിക്ക് ഈ ഒഴുകി 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 പോവും. അതിനൊരു കുറച്ചും കൂടെ ഫ്ലോ വരാ. യമുന ഒന്ന് പാടാമോ? ഒഴുകി ഒഴുകി പോവും സമയയമുനയിൽ. അത്ര വേണോ അതിന്? സമയയമുനയിൽ. അത് കുറച്ച് സോഫ്റ്റ് ആക്കി, അത്രയും വെലോസിറ്റി അല്ലാണ്ട്. സമയയമുനയിൽ. അത് ശരിയാക്കണ്ട. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഓടായിട്ട് അത് മാത്രം മുഴച്ച് നിൽക്കുക. ബാക്കി നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പഴയ പല ഓർമ്മകളും. കാര്യം ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടുമല്ല, അത് നമ്മൾ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമിയും അതുപോലെ വാണിയമ്മ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗായികയാണ് വാണിയമ്മ. കാര്യം ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത എൻ്റെ പാട്ട് പാടിയത് വാണിയമ്മയാണ് തുടക്കത്തിൽ. അസാധ്യം, എന്ത് ഗ്രാസ്പിംഗ് പവറാണ് അമ്മയ്ക്ക്. ഞാൻ ചുമ്മാ ഇരുന്നു മണ്ടത്തിലായിട്ട് പാടുക. അമ്മ എഴുതി തരുന്നു. ഞാൻ ഒരു തവണ പാടി കഴിഞ്ഞപ്പോൾ ഞാൻ പാടട്ടുമാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് പാടി തന്നു അസാധ്യമായിട്ട്. അപ്പം അമ്മ ഇതൊക്കെയല്ല വാണിയമ്മയുടെ പാട്ട്. പിന്നെ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഞാൻ ആലോചിച്ചു എത്ര പാട്ടുകൾ നിങ്ങൾ എങ്ങനെ ഈ സ്വാമി എന്ന് പറയുമ്പോൾ എങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. എത്രയോ പാട്ടുകൾ നമ്മുടെ മലയാളത്തിൻ്റെ അന്തസ്സ് വിളിച്ചറിയിക്കുന്ന പാട്ടുകളാണ് സ്വാമി ചെയ്തേക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കമ്പോസേഴ്സിനെയൊക്കെ കിട്ടിയതിൽ നമ്മുടെ മലയാളക്കര ഭാഗ്യം ചെയ്ത ഒരു മണ്ണാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഹായ് ഗൗരി. ഹായ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്കും ഫീൽ ചെയ്തത് ഈ സസ്റ്റെയിൻസ് ആണ്. എസ്പെഷ്യലി പല്ലവിയിൽ കുറേ നീ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ നീയും
ഒന്ന് ശ്രുതി ചേരായിരുന്നു എന്ന് ആ ഒരു സസ്റ്റെയിൻസിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എല്ലാവരും പറഞ്ഞ പാടാൻ വെമ്പുമൻ ആ ഒരു ലൈൻ, പിന്നെ ഒഴുകി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ് കേട്ടോ. Thank you, നല്ല sir. ശബ്ദമാണ്, നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വോയിസാണ്. അപ്പോൾ അത് മനസ്സിൽ വെക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, സസ്റ്റെയിൻസിൽ വർക്ക് ചെയ്യുക. അതർവൈസ് നന്നായിട്ട് തന്നെ പാടി. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ കേട്ട് വിട്ട ഒരു പാട്ടായിരിക്കാം ചിലപ്പോൾ ഇത്, പക്ഷെ അത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് പാടിയതിന് that's all. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. ഗൗരി 8.5 മാർക്സ്. ഗൗരി താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക Say 8.5. താങ്ക് യു ചേച്ചി. ഗൗരിയുടെ ഭാവി ഇതാ എന്റെ ഈ മാന്ത്രിക മാന്ത്രിക കുളത്തിലേക്ക് ഞാൻ ഇടാണ്. ഓക്കെ, Thank you, താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 17. താങ്ക് യു. സൂപ്പർ. പോകുന്നതിന് മുന്നേ ആ. ഗൗരിക്ക് ടാസ്ക് കൊടുക്കണ്ടേ? ഗൗരിക്കും ടാസ്ക് ഉണ്ടോ? Yes. കണ്ടസ്റ്റൻസിനും ടാസ്ക് ഉണ്ട്. എല്ലാം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പിക്ക് ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ടാസ്ക് കൊടുക്കുക. ആ കൂടി. ഓക്കെ, അപ്പൊ ഗൗരി ഇന്ന് ആ ഒരു ടാസ്ക് ചെയ്യാൻ പോവാണ്. എന്താ അത്? എന്തായാലും നമുക്ക് ഷാനിക്കുന്ന നമ്മൾ തുടങ്ങി, നമുക്ക് okay. ഒന്നുകൂടെ ഉടനെ തന്നെ നമുക്ക് ഒരാളും കൂടെ അങ്ങ് ചെയ്യാം. Okay. ഓക്കെ, പ്രോപ്പർട്ടി പ്ലീസ്. ഗൗരി, ഓ അപ്പൊ ആ തുറന്നു പറച്ചിലിന്റെ സമയമായിരിക്കാണ്. ഗൗരിക്ക് ആരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് അച്ഛനോടാണ് പറയാനുള്ളത്. ഓക്കെ, അച്ഛനെ ഇങ്ങോട്ട് വിളിക്കട്ടെ? ഓക്കെ. ഓക്കെ, ഗൗരി പിക്ക് ചെയ്തോ. ഞാൻ സോറിയാണ് എടുക്കുന്നത്. ആഹാ. അപ്പോൾ സോറി പറയണ വേറൊന്നും കൊണ്ടല്ല, ലൈക്ക് എൻ്റെ ചെറുതിലെ തൊട്ടേ മ്യൂസിക് ജേർണിയിൽ അച്ഛൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പം എന്നെ ക്ലാസ്സിന് കൊണ്ടുപോകാനാണെങ്കിലും, അച്ഛൻ പോലീസിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. ആ സമയത്ത് അച്ഛന് ഡ്യൂട്ടി ടൈമിൽ പോലും എൻ്റെ മ്യൂസിക് ക്ലാസ്സൊക്കെ ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് പോയി വരുമ്പോൾ. അപ്പോൾ അച്ഛൻ എന്നെ അവിടെ കൊണ്ടാക്കി, അച്ഛൻ നേരെ ഡ്യൂട്ടിക്ക് പോകും. പിന്നെ തിരിച്ച് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് നേരെ വയലിൻ ക്ലാസ്സിന് കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും ഡ്യൂട്ടിക്ക് പോകും. പിന്നെ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെയും ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ അച്ഛൻ പക്ഷേ ഒരു ടയേർഡ്നെസ്സും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അങ്ങനെ കാണിച്ചിട്ടുമില്ല. പിന്നെ മാത്രമല്ല എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അച്ഛൻ എപ്പോഴും എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും ബാക്ക് സ്റ്റേജിൽ അച്ഛൻ ഉണ്ടാവും. അപ്പോൾ ഗാനമേളയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രോഗ്രാം കഴിയുമ്പോൾ എന്തായാലും 2-3 മണിയൊക്കെ ആവുമല്ലോ, രാത്രി വീടെത്തുമ്പോൾ 2-3 മണിയാവും. അച്ഛന് പിറ്റേന്ന് രാവിലെയും ഡ്യൂട്ടിക്ക് പോകണമായിരിക്കും. അച്ഛൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, പിറ്റേ ദിവസം പിന്നെയും പ്രോഗ്രാം ഉണ്ടായിരിക്കും, ഇതുപോലെ ഉറക്കമൊന്നും ഇല്ലാണ്ട്. പക്ഷെ അച്ഛൻ ഒരിക്കലും അവിടെ ഒരു വിഷമം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 7 years അല്ലെങ്കിൽ 6 years ഞാൻ മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചില പ്രോഗ്രാംസ് ചെയ്യും എന്നല്ലാണ്ട് ഞാൻ സ്റ്റഡീസിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തു. എൻ്റെ BCom MCom അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ CMA ക്വാളിഫൈഡ് ആണ്. അപ്പോൾ വല്ലപ്പോഴും പോയി പല പ്രോഗ്രാമും ചെയ്യും എന്നല്ലാണ്ട് മ്യൂസിക്കുമായിട്ട് അത്ര പഠിക്കുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും എൻ്റെ മനസ്സിലൊരു റിഗ്രറ്റ് ഉണ്ടായി, എനിക്കൊന്നും തിരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സംഭവം ഉണ്ടായി. അതായത് അച്ഛന് എന്നെ ഒരു സിംഗർ ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അച്ഛൻ ഇത്രയും എഫേർട്ട് ഇട്ട് എന്നെ കൊണ്ട് നടന്നിട്ട് എനിക്കൊന്നും തിരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂപ്പർ സ്റ്റാർ സെലക്ഷൻ കിട്ടുന്നവർ എനിക്കത് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു. എനിക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരിത്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഒരു സോറി പറയാനുള്ളത്. പലപ്പോഴും ഞാൻ പല പാട്ടുകൾ പഠിക്കാൻ പറയുമ്പോഴും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. കാരണം ഞാൻ അപ്പോഴും സ്റ്റഡീസ്, എൻ്റെ എക്സാം അങ്ങനെയായിരുന്നു. അച്ഛന് ഞാൻ പഠിച്ചില്ലെങ്കിലും ഞാൻ പാടിയാൽ മതി എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിലൊന്നും തിരിച്ചൊരു പേ ബാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ റിഗ്രറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോൾ സൂപ്പർ സ്റ്റാറിൽ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അച്ഛനോടൊരു സോറി. അവൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അവളെ കൊണ്ടുപോയ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ ഇന്ന് എന്നെ കൊണ്ടു നിർത്തിക്കുന്ന ഈ ഫ്ലോർ, അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഞാനൊക്കെ കാണാൻ ആഗ്രഹിച്ച ആളൊക്കെയാണ് ശരത് സാറൊക്കെ. അയ്യോ. അപ്പോൾ ഈ എല്ലാ മക്കൾക്കും സാറിൻ്റെയൊക്കെ മുമ്പ് ഒന്ന് പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവരെ സംഗീത ദേവത തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഒരു പ്ലാറ്റ്ഫോം വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മകളെ എവിടെയെങ്കിലും വരണം, ഒരു പ്ലാറ്റ്ഫോമിൽ പാടണം. അത് ഇത്രയും ലെജൻഡ് സിംഗേഴ്സ് ജഡ്ജസിൻ്റെ മുമ്പേ, ഈ ഒരു ഓർക്കസ്ട്രയുടെ മുമ്പേ, ഈ ഒരു അമ്മയുടെ അനുഗ്രഹം തുളുമ്പിക്കുന്ന ഈ ഫ്ലോറിൽ വന്ന് നിന്നത് തന്നെയാണ് എനിക്ക് ഒരു സ്വപ്നം തന്നെയാണിത്, തീർച്ചയായിട്ടും ഒരു സ്വപ്നം തന്നെയാണ്. പിന്നെ സാറ്, ഞങ്ങളെ വെള്ളനാട് ഗ്രാമത്തിൽ ഒരു എക്സ് സർവീസ് ക്ലബ്ബുണ്ട്. 50 പേരുള്ള ഒരു എക്സ് സർവീസ് ക്ലബ്ബാണ്. അവരെല്ലാം മ്യൂസിക്കിൻ്റെ ഈ പ്രോഗ്രസ് സ്ഥിരമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ അതിൽ 65-ലും 71-ലുള്ള യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരുപാട് പട്ടാളക്കാരുണ്ട്. അവരെ പ്രായത്തിൻ്റെ അസ്തക്കൊക്കെ കൊണ്ടാണ് ഇവിടെ വരാൻ പറ്റാത്തത്. കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവർക്കെല്ലാം സാർ എല്ലാവരും മൂന്നൊരു ഹായ് പറയണം. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹായ്. ഹായ്. പിന്നെ എൻ്റെ അമ്മയ്ക്കൂടെ ഒരു ഹായ് പറയണം. അമ്മയ്ക്ക് സ്പെഷ്യൽ ഹായ്. ഗൗരിയുടെ അമ്മൂമ്മയ്ക്കൊരു ഹായ്. അതെ, ഇതൊക്കെയാണ് ഇപ്പൊ സന്തോഷായില്ലേ അച്ഛാ? വളരെയധികം സൂപ്പർ സ്റ്റാർ സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. പാറു, ആ അദ്ദേഹം പോലീസിലായിരുന്നെങ്കിലും ഡ്യൂട്ടി നോക്കിയാൽ മുഴുവൻ മോളുടെ കൂടാണ്. അങ്ങനെ സാറി, കുറെ സന്തോഷം, കുറെ സന്തോഷം, ഒരുപാട് ഒരുപാട്. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവളെ മ്യൂസിക് ക്ലാസ് ഇതുവരെയ്ക്കും ഞാൻ മാറ്റി വെച്ചിട്ടേ ഇല്ല, അത് മാറ്റി വയ്ക്കുകയില്ല ഇനിയുള്ള കാലം. ആഹാ, വണ്ടർഫുൾ അച്ഛൻ. ഫാമിലിയിൽ വേറെ ആരെങ്കിലും പാടുവോ? അച്ഛൻ പാടും, അമ്മൂമ്മ പാടും, മുത്തശ്ശി ഓ, പാടും. ഓക്കെ നൈസ്. പാറു, നമുക്ക് അച്ഛന്റെ 2 വരി കേട്ടാലോ? ഓക്കെ ഒരു സന്തോഷം. യെസ്. ആഹാ, 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 ആ गोरा कागज था ये मन मेरा मेरा मेरा, लिख लिया नाम इस पे तेरा तेरा तेरा. गोरा कागज था ये मन मेरा, लिख लिया नाम इस पे तेरा. सुना आंगन था जीवन मेरा, लिख लिया नाम इस पे तेरा. टूट न जाए सपने मैं डरता हूँ, निस दिन सपनों को देखा करता हूँ. टूट न जाए सपने मैं डरता हूँ, जिस दिन सपनों को देखा करता हूँ. नैना कजरारे मतवारे ये इशारे, काली दर्पण था ये मन मेरा, रच गया रूस इसमें तेरा. कोरा कागज था ये मन मेरा, लिख लिया नाम इस पे तेरा. സൂപ്പർ സൂപ്പർ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അച്ഛന് 100 മാർക്ക്. അതെ, അച്ഛന് 100 മാർക്ക്. ഗൗരിക്ക് 17 മാർക്ക് ഓൾറെഡി കൊടുത്തു. അങ്ങോട്ട് കൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അച്ഛാ. അപ്പൊ സോറി ഒക്കെ പറഞ്ഞ എല്ലാം മനസ്സിൽ നിന്ന് അതൊക്കെ അങ്ങ് പുറത്തേക്ക് എടുത്തില്ലേ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേക്ക് അച്ഛനെ. ഓക്കെ, താങ്ക് യു. ഇനി ഒന്ന് chill ചെയ്യാം. പിന്നെന്താ? പെപ്പി, Come on. ലെറ്റ്സ് വെൽക്കം ശിവനന്ദ.
മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന. ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന ഹേ തില്ലാന. തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ തരിവളകിട്ടു അറിയാതിൻ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. അവളൊരു താഴം പൂമൊട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന തില്ലാന തില്ലാന. പാൽമഴക്കാറ്റിൻ പടവുകളിൽ വന്നു പകലന്തി മയങ്ങിക്കൊണ്ടിരിപ്പാണോ. കാവിലെ ഉത്സവം കൊടി കയറി നിന്റെ കാമന്റെ വേലയ്ക്കു വിളക്കുണ്ടോ. പകലൊളി കഴിയണ തകിലടി മുറുകണ തലമുടി വകയാൻ വാ. കുളിരണ പടരണ കുറുമൊഴി കുറുകണ കരിമിഴി എഴുതാൻ വാ. പനിമതി ഉയരണ പലവഴി പൊതിയണ തിലകമിതണിയാൻ വാ. കവിതകൾ ഒഴുകണ കനവുകൾ വിളയണ കളകളമണിയാൻ വാ. കൂടാരത്തിൽ ആരാരോ കാതോർക്കുന്നു നീ എന്നീല കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. വിരിയണ താഴം പൂമൊട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഗരിസനി തില്ലാന. ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന ഗമപദ പമ പമകരി തില്ലാന തില്ലാന. സ്നേഹനിലാവിൻ ഇടവഴിയിൽ ഇന്നും ഓർമ്മകൾ തിരിവച്ചു വിളിക്കുന്നു. മോഹത്തിൻ കിളികളെ ഉണർത്തണ്ടേ തങ്കമോതിര ചിരി കൊണ്ടു മയക്കണ്ടേ. ഒരു മിഴി തഴുകണ കരിമിഴി അലിയണ മറുപടി ഇനി എന്ത്. നിറ നിറ നിറയണ പറ പറ കവിയണ പുതു പുതു മലരമ്പ്. മഴ മഴ പൊഴിയണ മനസ്സുകൾ നിറയണ മദനനു വഴിയെന്ത്. തളിരൊടു തളിരണ തരിവളയുടയണ പലതിനും അതിലുണ്ട്. കൈവന്നു സ്വർഗം മണ്ണിൽ ദൈവങ്ങൾ കാതോർക്കുന്നു നീ എന്നീല കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. വിരിയണ താഴം പൂമൊട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ 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 തില്ലാന. ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന തില്ലാന. തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ തരിവളയിട്ടു അറിയാതിൻ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. അവളൊരു താഴം പൂമൊട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. ശിവനന്ദ ചേച്ചി എന്തായിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു. ഒറ്റ സ്ട്രെച്ചില് തുടങ്ങിയത് തീർന്നു ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. എങ്ങനെ ബ്രത്തൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു, ആണോ? കുഴപ്പമില്ലാതെ തോന്നി. ഓക്കെ, ചോദിക്കാം. ഷാനിക്ക. ശിവനെന്താ സാർ നന്നായിട്ട് പാടി. ഇത് ആക്ച്വലി പെപ്പി നമ്പർ എന്നൊക്കെ പറയുകയാണെങ്കിലും ഇതിനകത്ത് അണ്ടർലൈങ് ആയിട്ട് കുറെ സംഗതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഇപ്പൊ പാറു എന്താ പറഞ്ഞത്, ബ്രെത്ത് മാനേജ്മെന്റ് എങ്ങനെ പറ്റുമോന്നൊക്കെ ക്രോസിംഗ് ദ ലിമിറ്റ്സ്. അപ്പൊ ഞാൻ ചെയ്യണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഈ ആങ്കറിങ്ങേ ചെയ്യണ്ടെന്നായിരിക്കും. അതെ അതെ.
അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ട്രിക്കി ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി രണ്ട് ചരണത്തിൻ്റെയും എൻഡിൽ തര 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 അത് ലോക്കിൽ വീണിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ മാത്രം ഒന്ന് ടെമ്പോ ഒന്ന് എഴുതി, പിന്നെ ആ സമയത്ത് ഹാറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സംഗതികളും പരിപാടികളൊക്കെ ഉണ്ട്. പെപ്പി നമ്പർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനകത്ത് ഉണ്ട്. അതിനകത്ത് അണ്ടർലൈങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം ശിവനന്ദ നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആരൊക്കെയാണ് ഇതിന്റെ ആൾക്കാർ ഒന്ന് പറഞ്ഞേ? ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് എസ് രമേശൻ നായർ സാർ, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ സാർ, പാടിയത് MG ശ്രീകുമാർ സാർ, ഫിലിം മേഘ സന്ദേശം. പിന്നെ അവസാനത്തെ ആ ഒരു സ്റ്റെപ്പ്, അതെ ആസാദ്യം ശിവനന്ദ. ഞാൻ അവൾ ആ സ്റ്റെപ്പും കൊണ്ട് വരുവോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും ദേ വരുന്നു. സാധാരണ ഷാനിക്ക് മാത്രം ഇങ്ങനെ ആവാറുള്ളൂ. ഞാൻ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അതെ, ഇപ്പം ശിവനന്ദയും ചെയ്തു തുടങ്ങി. എല്ലാം നന്നായിരുന്നു. എസ്പെഷ്യലി ഡാൻസ് മൂവ്സും കാര്യങ്ങളൊക്കെ നല്ല. ഇങ്ങനത്തെ പെപ്പി നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കുറെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ കോറസും അടിപൊളിയായിരുന്നു. ആരൊക്കെയായിരുന്നു കോറസ്? ഗോവിന്ദ്, നീ ഉണ്ടായിരുന്നു കോറസില്? ഈ പാട്ട് അവൻ വല്ലതാണോ പറഞ്ഞെന്ന്? അത് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ കൊടുക്കുക. അത്രേ ഉള്ളൂ ശിവനന്ദ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സാർ. ശരത് സർ. ശിവനന്ദ സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. കാര്യം അത് കുറച്ച് കൺട്രോൾ വേണം ഇത് പാടുന്നതിന്. നമ്മുടെ അണ്ണാച്ചി പാടി തകർത്ത് വെച്ചേക്കുന്ന പാട്ടല്ലേ, ഉഗ്രായിട്ട് പാടി. എനിക്ക് പല ഏരിയകളും കുറേ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഷാൻ പറഞ്ഞ പോലെ ഇത് ചുമ്മാതൊരു കുപ്പിപ്പാട്ടല്ല, ഇതിനകത്ത് കുറേ സാധനങ്ങൾ എണ്ണം പാടി അങ്ങ് വെച്ചിട്ടുണ്ട് കണ്ണൻ്റെ ഇഷ്ടത്തിന്. അപ്പോൾ അത് കുറേ സന്തോഷം. അതിൽ നന്നായിട്ട് തന്നെ പാടി, ഒരു കലക്കവും ഇല്ലാണ്ട്. പിന്നെ ഡാൻസ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു ചില ഏരിയകളിൽ. ആ ചെണ്ടയും ഇതൊക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഞാനൊക്കെ കൊള്ളായിരുന്നു. അത് എനിക്ക് കളിക്കാനായിരുന്നു നല്ലത്. സോറി, ക്ഷമിക്കണം, അത് മഞ്ചരി കളിക്കുമെന്ന്. അല്ല, ഈ വേഷം ഇട്ടിട്ടെ അങ്ങനെ ഒരു ആക്കുമ്പോൾ ഞാൻ അതാ ആലോചിച്ചത്, അത് വേറെ ഒന്നുമല്ല. അല്ല, സോങ് പെപ്പി നമ്പർ ആണെങ്കിലും ഒരു ക്ലാസിക്കൽ വെസ്റ്റേൺ കൊളാബ് ചെയ്തുകൊണ്ട് സ്റ്റെപ്സ് എല്ലാം ചെയ്ത്. അങ്ങനെ കാലാണ് ഇപ്പൊ കൊളായില്ല കേട്ടോ. നന്നായിരുന്നു, നന്നായിരുന്നു. ചേച്ചി ശിവനന്ദ, മാം, ഐ ലൈക്ക് ദി കൊളാബ്. താങ്ക് യു. വളരെ നന്നായിരുന്നു. താങ്ക് യു. എനിക്ക് ആ വെസ്റ്റേണും പിന്നെ ക്ലാസിക്കൽ മിക്സ് അടിപൊളിയായിരുന്നു. താങ്ക് യു മാം. സൂപ്പറായിരുന്നു. എനിക്ക് ആ മോളുടെ ആ ഒരു സംഗതി പാടിയില്ലേ, അതില് ഒരു താൻ ഉണ്ടായിരുന്നില്ലേ, അതില് ഒരു സംഗതി, അത് ഉഗ്രനായിരുന്നു. താങ്ക് യു മാം. ഈ പാട്ട് ഒരു ഫീമെയിൽ പാടി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മനോഹരമായിട്ട് പാടി. പിന്നെ ഓർക്കസ്ട്ര പറയണ്ടല്ലോ, മൈ ഗോഡ്, പൊളിച്ച് അടുക്കി. ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുട്ട പാടുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഓടുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ആ പാട്ട് പാടുന്നതിൻ്റെ ഒരു വ്യഗ്രതയിൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ബീറ്റൊക്കെ ഒന്ന് മിസ്സാവുന്നുണ്ടായിരുന്നു. തുടക്കം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ അതങ്ങനെ ഒന്ന് ഗ്രിഡിൽ വീഴാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല, പക്ഷെ എന്നാലും മോളത് പാടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കിതിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും മനോഹരമായിട്ട് പോയ ആ ലാസ്റ്റിൽ പാടിയ ആ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വാസ് ഫാന്റാസ്റ്റിക്. അതിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ വേണം പാടാൻ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഒരു വലിയൊരു ഇത് കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് കുറച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് പാടാം. ഓക്കെ, മാർക്സ് വെക്കാം. ശരത് സർ. ശിവനന്ദ സാർ 9.2 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക 9.1. താങ്ക് യു ഷാനിക്ക. ശിവനന്ദ ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. ടോട്ടൽ 18.3. താങ്ക് യു. അടിപൊളി. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡില് ലാസ്റ്റ് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ബാബുക്ക് വേണ്ടിയാണ് വരുന്നത്. ഓക്കെ, പാടാൻ വരുന്നു വൈഷ്ണവ്. സോ ലെറ്റ്സ് വെൽക്കം വൈഷ്ണവ്. ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കിനാവിൻ്റെ
പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. വാനത്തിൻ ഇരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ. വാനത്തിൻ ഇരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ. മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ. മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു. മാടി വിളിക്കാതെ നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. വൈഷ്ണവ്,
പാറു. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. പാടാൻ പറ്റിയോ നന്നായിട്ട്? ആ, അത്യാവശ്യം നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സർ. അസാധ്യ സെലക്ഷൻ. താങ്ക് യു. നിനക്ക് എത്ര മാർക്ക് ചോദിച്ചാലും ആ സെലക്ഷന് ഞാൻ തരും, വാരിക്കോരി തരും. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ കേക്കട്ടെ. ഈ പാട്ട് മ്യൂസിക് ചെയ്തേക്കണത് MS ബാബുരാജ് മാഷാണ്. ലിറിക്സ് P ഭാസ്കർ മാഷ്. പാടിയത് ഈശോ സാർ. ആഹാ, ഇത് ഏതാണ് ഫിലിം? അന്വേഷിച്ചു കണ്ടെത്തിയില്ല. അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ഇല്ല. ഇത് ഈ പാട്ട് സീനെങ്കിലും കണ്ടുണ്ടോ? ഫിലിം കണ്ട്? ആ, പാട്ട് സീൻ കണ്ടിട്ടുണ്ട്. ആരാണ്? സത്യമാഷ്. ആ, അപ്പൊ കണ്ടുണ്ട്. ഉഗ്രം പാട്ട്, അസാധ്യ പാട്ട്, എന്തൊരു കോമ്പസിഷനാണ്. നമുക്ക് ഏതൊരു സംഗീത സംവിധായകനും കുശുമ്പ് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഉള്ള സത്യം പറയാൻ. എനിക്ക് ആദ്യം നിനക്ക് ഈ പാട്ട് നിന്റെ കയ്യിൽ നിന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ ഫ്രേസസും വൈഷ്ണവനൊരു എന്താ പറയണ്ട, ഒരു പുതിയ ആളിനെ കാണുന്ന വികാരമായിരുന്നു. ഒട്ടും ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരുന്നു പാട്ട് പാടുന്നതിൽ. എന്ത് പറ്റി? ഇല്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ചെറിയ ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അങ്ങനെ വരരുത്, ഒരു കൃത്യത ഫീൽ ചെയ്തില്ല. ഇപ്പൊ ഇന്നലെ മയങ്ങുമ്പോൾ എന്നുള്ള അതൊന്ന് പാടാമോ? ഇന്നലെ മയങ്ങുമ്പോൾ, ഇന്നലെ മയങ്ങുമ്പോൾ, ഇന്നലെ അതൊക്കെ ഷാർപ്പാവുന്നു. പിന്നെ ഒരു മണി, ഒരു മണി, ഒരു മണി, അതിപ്പോഴും ശ്രദ്ധിക്കണ്ടേ? ഒരു അതുകൊണ്ട് ഷാർപ്പാവുകയാണ്, ഒരു നാവുകയാണ്. അപ്പൊ 2 മണിയാവുക, 1 മണി അല്ലത്. അത് ശരിയായിക്കോണം. എടാ, അതൊക്കെ ഒരു പ്രധാനമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഏരിയാസാണ്. കാര്യം വൈഷ്ണവ് നല്ല പാടാൻ കഴിവുള്ള ഒരു ചെക്കനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ ഏരിയകൾ, അത് ശരിയാക്കണ്ടേ. ഇപ്പൊ മാധവ മാസത്തിൽ അത് പാടാമോ? മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാധവ. ഇതൊരു ഹൈലി റൊമാൻറ്റിക് പാട്ടാണ്. അപ്പൊ അത് ആദ്യം വിരിയുന്ന എന്താണ്? വിരിയുന്ന വാട്ട്? ആദ്യം വിരിയുന്ന കഴിഞ്ഞിട്ടുള്ള ലൈൻ എന്താണ്? മാതളപ്പൂമൊട്ടിൽ. അപ്പൊ അത് വേണ്ടേ? അത് നിനക്ക് എന്തായിരുന്നു അവിടെ ഒരു കൺഫ്യൂഷൻ? ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ, ആദ്യം വിരിയുന്ന മാതള പൂമൊട്ടിൻ മണം പോലെ. പ്രേമം വേണ്ട ഉള്ളില്? വേണ്ടേ? പിന്നെ അപ്പൊ അത് നമുക്കത് ഫീൽ ചെയ്യണ്ട, എങ്കിലല്ലേ നമ്മൾ പാടി ആർക്ക് വേണ്ടി പാടുന്നു അവരുടെ നെഞ്ചത്ത് കൊള്ളത്തുള്ളത്. പിന്നെ പൗർണമി സന്ധ്യതൻ പാലാടി നീത് പിന്നിലെ പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തിയൊക്കെ ചേരട്ടെ വൈഷ്ണവേ. പാലാഴി നീന്തി വരും. അതൊക്കെ ഷാർപ്പാവണം, ആ ബൃഹൊക്കെ ഷാർപ്പാവാണ്. താന്തി വരും നീ വരും വിണ്ണിലെ വെൺമുകിൽ, വെൺമുകിൽ, വെണ്ണിലെ വെൺമുകിൽ, മുകിൽ, മുകിൽ. അതൊക്കെ കേക്കട്ടെ. അടുത്തത് കൊടി പോലെ. അതിനകത്ത് ഐറ്റം ഉണ്ട്, പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഇല്ല. അതിനൊരു ക്ലാരിറ്റി വേണം കേട്ടോ. തങ്കക്കിനാവിങ്കൽ, തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ. തങ്കക്കിനാവിങ്കൽ അത് കുറച്ചും കൂടെ ചകര, അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. ആ റിപ്പീറ്റ് തങ്കക്കിനാവിങ്കൽ, തങ്കക്കിനാവിങ്കൽ, കിനാവിങ്കൽ, കിനാവിങ്കൽ ഏതോ സ്മരണ തൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. അപ്പൊ ഇത് പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള കുറെ ഏരിയകൾ അതൊരു കൃത്യത വേണം. പാടുന്നതിന് മോർ റൊമാൻറ്റിക് ആയിരിക്കണം. അത് വേണ്ടേ?
ഈ ഒരു പാട്ട്, ഈ ഒരു ട്യൂൺ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആകാൻ വേണ്ടി കുറച്ചും കൂടെ സോൾ, ഒരു ആത്മാവ് കണ്ട് പാടുക എന്ന് പറയത്തില്ല. നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാസേട്ടൻ പാടിയാണ്, അത് പോരെ. അല്ല, നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് ഒരിക്കലും അങ്ങ് നെഞ്ചത്തോട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇത് ആലോചിക്കുക, ഇത് നമ്മളത് കുറേ കാര്യം നിന്നെ കൊണ്ട് പറ്റും, ഈസി ആയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് കറക്റ്റ് ഇരുന്ന് ബ്യൂട്ടിഫുൾ ആയിരുന്നു കാര്യം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചക്ര. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി വൈഷ്ണവ് ചേച്ചി എന്ത് മനോഹര ഒരു പാട്ടാ സെലക്ട് ചെയ്തത്. ഫാന്റാസ്റ്റിക് സെലക്ഷൻ. താങ്ക് യു. വൈഷ്ണവ് സ്വന്തം കമ്പോസ് ചെയ്യുന്ന ആളല്ലേ, പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. അപ്പം പ്രണയഗാനൊക്കെ അല്ലേ അന്ന് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ എന്തുകൊണ്ടും അത് എഴുതുകയും ചെയ്യും. അപ്പം എന്തുകൊണ്ടും ഒരു ക്രിയേറ്ററുടെ ഒരു ആസ്പെക്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഈസിലി വരുമല്ലോ തലയില്, അല്ലേ? അപ്പൊ ഈ ഒരു പാട്ട് ഇതുവരെ വൈഷ്ണവ് പാടിയ പാട്ടുകളെല്ലാം ബ്യൂട്ടിഫുൾ. ഈ പാട്ടിന് എന്തുകൊണ്ട് വൈഷ്ണവൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ സാധിച്ചില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്കും തോന്നി. ഈ പാട്ട് നല്ല രീതിയിൽ തന്നെ പാടി, പക്ഷെ എന്നാൽ ഈ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് മിസ്സിംഗ് ആണ്. അപ്പൊ അത് വൈഷ്ണവ് ഒന്ന് ശ്രദ്ധിച്ച് ശരിയാക്കി എടുക്കണം. ഇത് കേൾക്കാൻ വളരെ സുഖമുള്ളൊരു പാട്ടാണെങ്കിലും പാടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പാട്ടാണ്. മൂന്ന് തരത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം. അപ്പൊ അതിൻ്റെ ആ ഭാവം അത് വളരെ അനായാസമായിട്ട് ലൈറ്റായിട്ടാണ് ദാസേട്ടൻ പാടിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒരുപാട് സംഗതികളില്ല, കൂടുതലും ഫീലാണ്. വൈഷ്ണവിന്റെ സിംഗിങ്ങിനകത്ത് ഇന്ന് ഈ ഒരു പാട്ടിനകത്ത് എനിക്ക് അതാണ് ഒരു കുറച്ച് മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. ഒരു വെപ്രാളം, ഇത് ശരിയാകുമോ, ശരിയാക്കണമല്ലോ. അപ്പൊ അതില് വന്ന കുറെ കാര്യങ്ങൾ അൺപ്ലഗ്ഡ് പാടുമ്പോൾ ഡിഫറെന്റ് ആണ്. അതില് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇഷ്ടം പോലെ പാടാം. ഇതിനകത്ത് ആ സ്ട്രക്ചറിനകത്ത് പാടേണ്ടത് അദ്ദേഹം ഉദ്ദേശിച്ച സാധനങ്ങള് ഓന്റെ ആ ഒരു ഫീല് കൊണ്ടുവരണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക, നിന്റെ വോയിസ് സ്ട്രെയിൻഡ് ആണോ? കുറച്ച് സ്ട്രെയിൻഡ് ആണ്. നല്ലപോലെ തുമ്മി രാവിലെ. ഓക്കെ, അപ്പൊ വോയിസ് സ്ട്രെയിൻഡ് ആണെന്ന് തോന്നി. അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അത് ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അത് ശരിയാണ് ഷാന, വോയിസ് സ്ട്രെയിൻ എനിക്കും തോന്നുന്നു, നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആ ഒരു സ്ട്രെയിൻ ഉണ്ട് ശബ്ദത്തിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഒരുപക്ഷെ നമ്മുടെ കൺട്രോൾ. അല്ലാതെ വൈഷ്ണവ് അടിപൊളിയായിട്ട് പാടുന്ന സിംഗറാണല്ലോ, എത്ര നല്ല പാട്ടുകൾ ഇവിടെ വന്ന് പാടിയിട്ട് പോയിട്ടുണ്ട്. അതാണ് ആ ഒരു സ്ട്രെയിൻ മാറാനുള്ള പരിപാടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഷ്ണവ് വർക്ക് ചെയ്യാം. ഓക്കെ, അതർവൈസ് യു ആർ എ വെരി ഗുഡ് സിംഗർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് വയ്ക്കാം. ശരത് സർ. വൈഷ്ണവേ, ഈ ഞങ്ങളെ കൊണ്ട് ഈ ഒരു അന്തം വിട്ട സ്റ്റേജിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. എനിക്കിപ്പോ ഞാൻ പ്രാർത്ഥിക്കുക ഈ ഒരു അവസരത്തിൽ എനിക്ക് ഹിഡൻ മാർക്സ് മതിയായിരുന്നു. വൈഷ്ണവേ, 8.3 മാർക്സ്. താങ്ക് യു ശരത് സർ. ഷാനിക 8.3. ചേച്ചി. വൈഷ്ണവ് ചേച്ചി, വൈഷ്ണവിന്റെ ഭാവി പാത്രത്തിലേക്ക് ഇനി കുടന്നു പോയി. ഓക്കെ, സോ ടോട്ടൽ 16.6. പോരാ, നമുക്കൊരു റൗണ്ട് കൂടെ ഉണ്ട്. മര്യാദക്ക് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എപ്പിസോഡ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കോ സ്പോൺസർ ഡെവൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമുക്കാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും മാർക്സ് ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നെ അല്ല, ടോപ്പ് കിട്ടിയിരിക്കുന്നത് ശിവനന്ദ. വരൂ, വെൽക്കം. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ താങ്കൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ശിവനന്ദയ്ക്ക് ഡെവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അങ്ങനെ പെൺകുട്ടികൾ വീണ്ടും വിജയം കൈവരിച്ചിരിക്കുന്നു. സൂപ്പർ ഗേൾസ്. അച്ഛനോടാണ് പറയാനുള്ളത്. ഓക്കെ, ലൈക്ക് എൻ്റെ ചെറുതിലെ തൊട്ടേ മ്യൂസിക് ജേർണിയിൽ അച്ഛൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അച്ഛൻ എപ്പോഴും എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും ബാക്ക് സ്റ്റേജിൽ അച്ഛൻ ഉണ്ടാവും. അപ്പോൾ ഗാനമേളയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രോഗ്രാം കഴിയുമ്പോൾ എന്തായാലും 2-3 മണിയൊക്കെ ആവുമല്ലോ. രാത്രി വീടെത്തുമ്പോൾ 2-3 മണിയാവും. അച്ഛന് പിറ്റേന്ന് രാവിലെയും ഡ്യൂട്ടിക്ക് പോകണമായിരിക്കും. അച്ഛൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, പിറ്റേ ദിവസം പിന്നെയും പ്രോഗ്രാം ഉണ്ടായിരിക്കും, ഇതുപോലെ ഉറക്കമൊന്നും ഇല്ലാണ്ട്. പക്ഷെ അച്ഛൻ ഒരിക്കലും അവിടെ ഒരു വിഷമം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛൻ ഇത്രയും എഫേർട്ട് ഇട്ട്
എന്നെ കൊണ്ട് നടന്നിട്ട് എനിക്കൊന്നും തിരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അവൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അവളെ കൊണ്ടുപോയ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ ഇന്ന് എന്നെ കൊണ്ടു നിർത്തിക്കുന്ന ഈ ഫ്ലോർ, അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്.